ഹലോ യൂട്യൂബ് വെൽക്കം ബാക്ക്. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനുള്ളത് അബുദാബിയിൽ സെയിൽ സ്പോർട്സ് സിറ്റിയിലാണ്. ഇവിടെ ഒരു ബാഡ്മിൻ്റൺ ടൂർണമെൻറ്റ് നടത്തുന്നുണ്ട്. മുബാദല ഗ്രൂപ്പാണ് നടത്തുന്നത്. സോ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ 2 കാർ ഡിസ്പ്ലേയിൽ വെച്ചിട്ടുണ്ട്. ചൈനീസ് കാർ കമ്പനിയായ ഗീലിയുടെ അണ്ടറിലുള്ള ലിങ്കൻ കോ എന്ന് പറയുന്ന കമ്പനിയുടെ ലക്ഷറി ബ്രാൻഡായ സീക്കർ എന്ന് പറയുന്ന ഒരു കമ്പനി, ആ കമ്പനിയുടെ 2 പ്രൊഡക്റ്റാണ് ഇവിടെ ഡിസ്പ്ലേയിൽ വെച്ചിരിക്കുന്നത്. ഒന്ന് സീക്കറിൻ്റെ തന്നെ 001 എന്ന് പറയുന്ന കാർ, അതുകൂടാതെ എക്സ് എന്ന് പറയുന്നൊരു മോഡൽ. രണ്ടും പ്രീമിയം ലക്ഷറി കാർസ് ആണ്. ഈ സീക്കർ 001 ചില്ലറക്കാരനല്ല, 2 വേൾഡ് റെക്കോർഡുണ്ട്. ഒന്ന് ഫാസ്റ്റസ്റ്റ് ഡ്രിഫ്റ്റ് ബൈ ആൻ ഇലക്ട്രിക് വെഹിക്കിൾ എന്ന് പറഞ്ഞ റെക്കോർഡ്, അതുകൂടാതെ ഫാസ്റ്റസ്റ്റ് സ്ലാലോം ബൈ ആൻ ഇലക്ട്രിക് വെഹിക്കിൾ. ഈ 2 റെക്കോർഡുള്ള ആളാണ് ഈ കിടക്കുന്നത്. സോ ഇതിനെ നമുക്കൊന്ന് ഡീപ്പായിട്ട് പരിചയപ്പെടാം. എക്സിനെ ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. പെട്ടെന്ന് കാണുമ്പോൾ ഒരു പോർഷയുടെ പനാമയുടെ പോലെയൊക്കെ ലുക്ക് ഉണ്ടെങ്കിലും അത് ചൈനീസ് ബ്രാൻഡാണെന്ന് വിശ്വസിക്കാൻ തന്നെ കുറച്ച് പാടായ രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത്രക്ക് ഫിനിഷ് പ്രീമിയം ക്വാളിറ്റിയിലാണ് ഈ ഒരു വണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇത് ഇവരുടെ ഫ്ലാഗ്ഷിപ്പ് മോഡലാണ്, ഡുവൽ മോട്ടറോട് കൂടിയതാണ്. ഇതിൻ്റെ തന്നെ റിയൽ വീൽ ഡ്രൈവ് ഉണ്ട്, അതിന് റേഞ്ച് കുറച്ച് കൂടും. ഷൂട്ടിംഗ് ബ്രേക്ക് ഡിസൈനാണ്, വളരെ ലോ ഡ്രാഗ് കോഎഫിഷ്യൻ്റ് ആയിട്ട് ഹൈലി എയറോഡൈനാമിക് ആയിട്ടുള്ള ഡിസൈനാണ്. ഫ്രണ്ട് ഹെഡ്ലൈറ്റ്, റിയർ ഹെഡ്ലൈറ്റ് എല്ലാം LED ആണ്. ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഈ കാർ ഇപ്പം യൂറോപ്പിൽ നിന്നാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഗീലി എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ഈ കമ്പനിയുടെ മദർ കമ്പനി. അവരുടെ കീഴിലാണ് ഇപ്പം വോൾവോ, അതേപോലെ ലിങ്കൻ കോ എന്ന് പറയുന്ന ഒരു കമ്പനി, ലോട്ടസ് ഒക്കെ ഇങ്ങനെ ഒരു കമ്പനിയൊക്കെ ആയിട്ട് ടൈപ്പ് ചെയ്തതിൻ്റെ ഗുണം എല്ലാ തരത്തിലും ഈ വണ്ടിയുടെ ഫിറ്റ് ആൻഡ് ഫിനിഷിൽ കാണാൻ പറ്റുന്നുണ്ട്. സോ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഹെഡ്ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പഴയ ഒരു കൺസെപ്റ്റ് ആയിട്ടുള്ള ടോപ്പിൽ ഹെഡ്ലൈറ്റ് എന്നുള്ള കൺസെപ്റ്റ് മാറ്റിയിട്ട് താഴെയാണ് ഹെഡ്ലൈറ്റ് കൊടുത്തിരിക്കുന്നത്. മുകളിൽ 2 DRL ആണ് കൊടുത്തിരിക്കുന്നത്. ആ DRL തന്നെ ടേൺ ഇൻഡിക്കേറ്ററും ആവും, അത് LED തന്നെയാണ്. 2 വര പോലെയുള്ള ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. കാണാൻ നല്ലൊരു പ്രീമിയം ലുക്ക് തന്നെ ആ ഹെഡ്ലൈറ്റ് തന്നെയുണ്ട്. പിന്നെ ഫ്രണ്ടിൽ കുറച്ച് താഴോട്ട് വരുമ്പോൾ ഒരു ഫംഗ്ഷണൽ ഗ്രില്ല് കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴെ 2 എയർ ഡാം, പിന്നെ കാണുന്നത് ക്യാമറ, റഡാറൊക്കെയാണ്. അതൊക്കെ ക്യാമറയൊക്കെ ഏകദേശം 12ഓളം ഉണ്ട് ഞാൻ എണ്ണീറ്റ്. അപ്പോൾ അത്രമാത്രം ക്യാമറയും റഡാറൊക്കെ വെച്ചിട്ടാണ് വണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രങ്ക് ഉണ്ട്. ഫ്രങ്ക് ഒരു 32 ലിറ്റർ ഫ്രങ്കാണ് കൊടുത്തിരിക്കുന്നത്. ചെറിയൊരു സ്പേസ്, എന്തെങ്കിലും ചെറിയ സാധനങ്ങളൊക്കെ വെക്കാം, ഇൻ കേസ് ചാർജർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ ഒരു സൈഡിലൊരു ബാറ്ററി ഒരു ഓപ്ഷൻ, ഇവിടെയാണ് ബാറ്ററി എന്ന് തോന്നുന്നു. അതും ഒരു ഇത്രയും മാത്രമേ ഫ്രണ്ടിലുള്ളൂ. എയർ സസ്പെൻഷനാണ് കൊടുത്തിരിക്കുന്നത്, അതും ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ആണ്. അത് ട്രങ്കൊന്നും വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ഉള്ളിൽ പൈലറ്റ് സീറ്റിൽ ഡ്രൈവർക്കും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ. പിന്നെ ടയറിലുണ്ട് ഒരു പ്രത്യേകത, ഇത് 22 ഇഞ്ചാണ്. ഫോർജ്ഡ് റിമ്മാണ്, മൾട്ടി സ്പോട്ട് ഫോർജ്ഡ് വീൽ എന്നാണ് ഇവർ ഇതിനെ വിളിക്കുന്നത്. പെയർ വീൽ കൊടുത്തിട്ടില്ല. ഒരു പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പഞ്ചറായ ടയർ വെച്ചിട്ട് 65 കിലോമീറ്റർ റൈഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി കൂടി ഇതിൻ്റെ റിമ്മിനുണ്ട്. സോ സ്പെയർ വീലില്ല. അപ്പോൾ അടുത്തുള്ള പമ്പ് അല്ലെങ്കിൽ റിപ്പയർ സ്റ്റേഷൻ എത്തുന്നവരെ നമുക്ക് പഞ്ചറായ ടയറിൽ തന്നെ ഓടേണ്ടി വരും. വിഷ് ബോൺ ബാക്കിൽ ഇന്റർനാഷണൽ ലിങ്കും ഉള്ള ഡിസൈനാണ്. പിന്നെ സൈഡ് മിററിലേക്ക് വരുമ്പോൾ സൈഡ് മിറർ ഫ്രെയിംലെസ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ തന്നെ ഓട്ടോ ഡിമ്മിംഗ് ഉണ്ട്, ഓട്ടോ ഡിപ്പിംഗ് ഉണ്ട്, ഹെറ്റബിൾ ആണ്. പിന്നെ മെമ്മറിയോട് കൂടിയ ഒരു സൈഡ് മിററാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ലാച്ച് ഡോറാണ്, ഹൈഡ്രോളിക് സോഫ്റ്റ് ഡോർ. പ്രീമിയം കാറിൽ മാത്രം കണ്ടുവരുന്ന ഡോർ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. ഇൻ സെൻസിങ് വൈപ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. വളരെ ലോങ് വീൽ ബേസ് ആണ്, മോസ്റ്റ് 4.95 മീറ്റർ ലെങ്ത് ഉണ്ട്, പിന്നെ 1.99 മീറ്റർ വിഡ്ത്ത് ഉണ്ട്. അതുകൂടാതെ 2.9 മീറ്റർ വീൽ ബേസ്. പിന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഓൾമോസ്റ്റ് 162 mm ഉണ്ട്. പിന്നെ NFC ടാഗ് കൊടുത്തിട്ടുണ്ട് സൈഡ് തന്നെ. അതുകൂടാതെ അൾട്രാ വൈഡ് കീ ഫോബ് ആണ്. പനോറമിക് സൺറൂഫ് വിത്ത് ഹീറ്റ് പ്രൊട്ടക്ഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. വണ്ടിയുടെ ബോഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ റീൻഫോഴ്സ്ഡ് ആൻറ്റി കൊളീഷൻ ബീമോടുകൂടി ഡിസൈനാണ്. പിന്നെ ഇൻറ്റേർണൽ ആൻറ്റി കൊളീഷൻ ബീമും വിത്ത് 8 ട്യൂബ് മൾട്ടി ലെയറൊക്കെ കൊടുത്തിരിക്കുന്നത്. സ്ട്രക്ചർ സൈഡ് ഇമ്പാക്റ്റ് ഒരു 65 ടൺ വരെ വിസ്റ്റാൻഡ് ചെയ്യാനുള്ള രീതിയിലാണ് സ്ട്രക്ചർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ 7 എയർ ബാഗ് ഉണ്ട്. ഇനി റിയറിലേക്ക് വരുമ്പം ഇലക്ട്രിക് ടെയിൽ ഗേറ്റ്, ഇലക്ട്രിക് ലിഫ്റ്റ് ഗേറ്റ് ആണ്. അത് ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ളതും അതുകൂടാതെ മെമ്മറി ഫംഗ്ഷനോട് കൂടിയതാണ്. പിന്നെ ഒരു ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു ടെയിൽ ലാമ്പാന്ന് കാണും, അതും LED ആണ്. അതും 1.6 മീറ്ററോളം നീളത്തിൽ ഇങ്ങനെ കൊടുത്തിരിക്കുകയാണ്. സോ ഫുള്ളായിട്ട് ടെയിൽ ലാമ്പ് തന്നെ ബോഡിക്ക് മൊത്തമായിട്ട് കവർ ചെയ്ത രീതിയിലാണ് ഇട്ടിരിക്കുന്നത്. റൂഫിലേക്ക് വരുമ്പോൾ ഒരു സ്പോയിലർ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഒരു ലൈഡാർ സെൻസറും കൊടുത്തിട്ടുണ്ട്. 539 ലിറ്റർ ആണ് ഈ റിയറിലെ ഈ ട്രങ്കിൻ്റെ കപ്പാസിറ്റി. അതുകൂടാതെ ഈ സീറ്റ് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 1200 ലിറ്റർ കപ്പാസിറ്റി ഉണ്ട്. പിന്നെ റിയറിൽ തന്നെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ബട്ടൺസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയൊരു ഹാങ്ങർ പോലെ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ലെഫ്റ്റ് സൈഡിൽ സീറ്റ് ഫോൾഡ് ചെയ്യാനുള്ള ഒരു ബട്ടണും കൂടി കൊടുത്തിട്ടുണ്ട്. 2 സീറ്റും ഒരു ആക്ച്വേറ്റർ കൊടുത്തിട്ട് ഇത് ഇവിടുന്ന് ഞെക്കി കഴിഞ്ഞാൽ ഫോൾഡ് ചെയ്യാൻ പറ്റും. ഇത്രയൊക്കെയാണ് റിയറിലുള്ള വിശേഷങ്ങൾ. റിയർ ടെയിൽ ഗേറ്റിൻ്റെ ബട്ടണാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് ഇതിൻ്റെ ചാർജിങ് പോർട്ടാണ്. ചാർജിങ് പോർട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഇലക്ട്രോണിക്കാണ്. അപ്പോൾ ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പൺ ചെയ്യുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലോസ് ചെയ്യുന്ന രീതിയിൽ AC DC ചാർജ് ചെയ്യാനുള്ള പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഇലക്ട്രിക് കാർ ആയതുകൊണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട. ഇതിൻ്റെ ടോയിങ് കപ്പാസിറ്റി ഓൾമോസ്റ്റ് 2 ടണ്ണോളം ഉണ്ട്. സോ ചില്ലറക്കാരനല്ല ഇനി വരുന്ന ഇലക്ട്രിക് കാറുകൾ. ആർക്കോൾ ബ്ലാക്ക് ആൻഡ് സ്റ്റോൺ ഗ്രേ ആയിട്ടുള്ളൊരു ഇൻറ്റീരിയർ ആയത്. ഇതിന് റോസ് ഗോൾഡിന് ഒരു ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സെൻട്രലൊരു കബ്ബി ഹോള്, അതിൻ്റെ കൂടെ ഒരു ആംറസ്റ്റൊക്കെ കൊടുത്തിരിക്കുന്നത്. പിന്നെ നല്ല ലെഗ് സ്പേസ് ഉണ്ട് എല്ലാവിടെയും. സ്മാർട്ട് കോക്പിറ്റ് എന്ന് വിളിക്കാവുന്ന ഇൻറ്റീരിയർ 8.8 ഇഞ്ച് ഹൈ ഡെഫിനിഷൻ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ് കൊടുത്തിരിക്കുന്നത്. ഫുള്ളി ഇലക്ട്രോണിക് ആണ്.
15.4 ഇഞ്ച് ഒരു സെൻട്രൽ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വെർച്വൽ ഇമേജ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു HUD കൊടുത്തിട്ടുണ്ട്. 14.7 ഇഞ്ചാണ് അതിൻ്റെയും സൈസ്. പിന്നെ യമഹ സറൗണ്ട്സ് സ്റ്റീരിയോ കൊടുത്തിട്ടുണ്ട്. പ്രീമിയം ഓഡിയോ ആണ്. 11 സ്പീക്കർ, ഒരു സബ് വൂഫറാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ മൊബൈൽ ഫോൺ വയർലെസ് ചാർജിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിൽ തന്നെ 2 USB പോർട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. സ്റ്റിയറിംഗിലേക്ക് വരുമ്പം ടിൽറ്റബിൾ ടെലിസ്കോപ്പിക് ആയിട്ടുള്ള സ്റ്റിയറിംഗ്, അതിന് തന്നെ ലെതർ ഫിനിഷിങ് കൊടുത്തിട്ടുണ്ട്. ഒരു ഫ്ലാറ്റ് ബോട്ടം ഡിസൈനാണ്. അതിൻ്റെ കൂടെ തന്നെ അതിൽ അത്യാവശ്യം വേണ്ടുന്ന എല്ലാ സ്വിച്ചസും, പക്ഷെ അത് ടച്ചാണ് കൊടുത്തിരിക്കുന്നത്. നടുക്കൊരു സീക്കറിൻ്റെ ഡിസൈനൊക്കെ ആയിട്ടുള്ളൊരു സ്റ്റിയറിംഗ് വീല്. പിന്നെ സീറ്റിന് 12 വേ പവേർഡ് അഡ്ജസ്റ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ മസാജിങ് സീറ്റാണ് അത്. ഈ മസാജിൽ തന്നെ 4 മോഡ്സ് ഉണ്ട്. 4 വേസ് ഓഫ് മസാജിങ് ഉണ്ട്. ഫ്രണ്ട് റോയിലെ പാസഞ്ചർ സീറ്റിലും 8 വേ പവേർഡ് അഡ്ജസ്റ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അതിലും മസാജ് ഉണ്ട്. പിന്നെ ഹീറ്റഡ് ആൻഡ് വെൻറ്റിലേറ്റഡ് ആണ്. ഈ വണ്ടീൻ്റെ കോക്പിറ്റ് തന്നെയുള്ള സെൻട്രൽ ഡിസ്പ്ലേയിലേക്ക് വരാം. ഈ സെൻട്രലിലുള്ള മോണിറ്റർ അഥവാ ഒരു വലിയൊരു TV എന്ന് തന്നെ പറയാം. ഇത് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ തീംസൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാം. ഇൻ കേസ് ഇപ്പോൾ ഇവിടെ നല്ല വെളിച്ചമായതുകൊണ്ട് വളരെ ഡാർക്ക് തീമിലൊക്കെ ആക്കാം. പക്ഷേ അതിലേക്കൊന്നും ഞാൻ കൂടുതലായിട്ട് പോകുന്നില്ല. സെൻട്രൽ ഡിസ്പ്ലേയിലാണ് ഇതിൻ്റെ എന്താ പറയുക ഒരു ബൈബിൾ എന്ന് പറയുന്നത്. ഈച്ച് ആൻഡ് എവരി ഐറ്റംസ് ഇവിടെ നിന്നാണ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുക. ഒരുപാട് ഫംഗ്ഷൻസ് ഉണ്ട്. ഇതിൽ ഏറ്റവും വലിയ എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ നമുക്ക് സെൽഫി എടുക്കാൻ പറ്റും. അതുകൂടാതെ നമുക്ക് ഉടനീളം വണ്ടി ഡ്രൈവ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്ന തൊട്ടിട്ട് എൻഡിങ് വരെയുള്ള എല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഇൻറ്റീരിയർ ആയാലും എക്സ്റ്റീരിയർ ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ഇൻറ്റീരിയറിലുള്ള ആംബിയൻസ് ലൈറ്റൊക്കെ പല കളറിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഇവിടെ നിന്ന് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഡ്രൈവ് മോഡ്സ്, ഡിഫറെൻറ്റ് ഡ്രൈവ് മോഡ്സ് ഉണ്ട്. അതുകൂടാതെ സാൻഡ്, സ്നോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൂടി ഇതിനകത്തുണ്ട്. അത്രയ്ക്ക് കോൺഫിഡൻ്റ് ആണ് ഇത് 4 വീൽ ഡ്രൈവ് ആയതുകൊണ്ടായിരിക്കണം സാൻഡിലൂടെ പോകാനുള്ളൊരു ഓപ്ഷൻ കൂടി ഇതിൽ കൊടുത്തിട്ടുണ്ട്. എമർജൻസി പാർക്കിംഗ് ഓപ്ഷൻ ഉണ്ട്. ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ഷൻ ഉണ്ട്. 360 ഡിഗ്രി ക്യാമറ. പിന്നെ ഡിജിറ്റൽ വീഡിയോ റെക്കോർഡിംഗ് ഞാൻ പറഞ്ഞു കഴിഞ്ഞ്. പിന്നെ ലൈൻ സെൻറ്ററിങ് കൺട്രോൾ. പിന്നെ ഓട്ടോമാറ്റിക് ലൈൻ ചേഞ്ച്, അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ, ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ഷൻ, ഇവാസീവ് മാനുവൽ അസിസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഡ്രൈവർ പെർഫോമൻസ് മോണിറ്റർ. കൂടാതെ സീക്കർ ഇൻ്റലിജൻസ് AI പവേർഡ് വോയിസ് അസിസ്റ്റ് സിസ്റ്റം ഉണ്ട്. അത് വെച്ച് നമുക്ക് നാവിഗേഷൻ, ടെമ്പറേച്ചർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വണ്ടീനോട് സംസാരിച്ചുകൊണ്ട് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ ഓട്ടോമാറ്റിക് പാർക്കിംഗ് അസിസ്റ്റ് ഉണ്ട്. ഇനി സെൻട്രൽ നമ്മളെ കൺസോളിൽ തന്നെ ചെറിയൊരു ടച്ച് സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ചെറിയൊരു ഡിസ്പ്ലേ പോലെ കൊടുത്തിട്ട് അത്യാവശ്യം വേണ്ടുന്ന ഫംഗ്ഷൻസ് ആയ മിറർ ഡീഫ്രോസ്റ്റിംഗ്, ഡീഫോഗിങ്, അതുപോലെ തന്നെ ഹസാർഡ് ലൈറ്റ്, പിന്നെ റിയർ ട്രങ്ക് ഓപ്പൺ ചെയ്യാനൊക്കെ ഉള്ളൊരു ഓപ്ഷനും സീറ്റിൻ്റെ റിക്ലിനേഷൻ അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതൊക്കെ വേറെ തന്നെ ഒന്ന് കൊടുത്തിട്ടുണ്ട്. തൊട്ട് താഴെയായിട്ടാണ് മൊബൈൽ ഫോൺ ചാർജിങ് പോയിന്റ് കൊടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ചും ഇങ്ങോട്ടേക്ക് വരുമ്പോൾ സൗണ്ട് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ബട്ടണാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഗിയർ ലിവർ ഈ ഒരു കൈൻഡിലാണ് കൊടുത്തിരിക്കുന്നത്. എല്ലാവരുടെയും ഒരു പ്രീമിയം ഫിനിഷ് തന്നെ ഉണ്ടെന്ന് ഞാൻ വീണ്ടും പറയാം. കാരണം അത്രക്കൊരു എന്താ പറയുക ഇൻറ്റീരിയറിൽ ഞാൻ ഹാപ്പിയാണ്. അത്രയോട് ലക്ഷറിയസ് ഫീലിംഗ് ഉണ്ട് ഇൻറ്റീരിയറിൽ കയറി കഴിഞ്ഞാൽ. ചില സ്ഥലങ്ങളിലൊക്കെ ഒരു ക്ലാഡിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് ചില സ്ഥലങ്ങളിൽ. അതുകൂടാതെ റോസി ഗോൾഡിൻ്റെ ഒരു ഫിനിഷിംഗ് ഒക്കെ ടച്ചൊക്കെ കൊടുത്തിട്ട് വണ്ടി ഒരു പ്രീമിയം തന്നെ ക്വാളിറ്റിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ചൈനീസ് ബ്രാൻഡാണെന്ന് വീണ്ടും സംശയിച്ചു പോവുകയാണ്. കോക്പിറ്റിൽ ഇരുന്നുകൊണ്ട് തന്നെ ഗ്ലൗ ബോക്സ് ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷേ അത് ക്ലോസ് ചെയ്യാൻ നമ്മൾ വീണ്ടും ഹാൻഡ് തന്നെ ഉപയോഗിക്കണം. 2 വേ ഫോൾഡിംഗ് ആയിട്ടുള്ള ആംറസ്റ്റ് ആണ്. അത് ഒരു ബട്ടണിൽ ഓപ്പൺ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. സെൻറ്ററിൽ 2 കപ്പ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. കപ്പ് ഹോൾഡറിന് ചുറ്റും ഒരു ചെറിയൊരു ലൈറ്റിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് അത്ര ഒരു ഭംഗി തന്നെ ഉണ്ട് വണ്ടീൻ്റെ ഇൻറ്റീരിയറിൽ. ഒരു റീഡിംഗ് ലൈറ്റ് ടോപ്പിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെയും നമുക്ക് ആംബിയൻസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് കൊടുത്തിരിക്കുന്നത്. ഇനി പാസഞ്ചർ സീറ്റിലേക്ക് വരാം. പാസഞ്ചർ സീറ്റ് റിക്ലൈനബിൾ ആണ്. അതുകൂടാതെ പാസഞ്ചർ സീറ്റിലൊരു എന്താ പറയുക വ്യത്യസ്തമായ ഒരു കാര്യം കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാസഞ്ചർ സീറ്റിൽ വെച്ചിട്ട് നമ്മളെ ഡ്രൈവർ സീറ്റ് അഥവാ ഡ്രൈവറെ അപ്പുറത്തുള്ള സീറ്റ് നമുക്ക് ഇവിടുന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെയൊക്കെ ബട്ടൺസ് സെൻട്രൽ കൺസോളിൽ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു ഡിസ്പ്ലേ പോലെ ആക്കിയിട്ട് അതിൽ ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്, അതുകൂടാതെ AC, പിന്നെ മ്യൂസിക് സിസ്റ്റം അഡ്ജസ്റ്റ് ചെയ്യുന്നതൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ആംറസ്റ്റിലും സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ആംറസ്റ്റും നല്ലൊരു പ്രീമിയം ഫിനിഷിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അത് നല്ലോണം ഫ്ലഷ് ആയിട്ട് നിൽക്കും. ഇനി സീറ്റൊക്കെ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലോണം ബോഡിയോട് ഫ്ലഷ് ചെയ്ത് നിൽക്കുന്നുണ്ട്. നല്ല ലെഗ് സ്പേസ് ഉണ്ട്. ടോർ റൂമായാലും ഇവൻ നീ സ്പേസ് ആയാലും ഹെഡ് റൂമായാലും എല്ലാം അത്യാവശ്യം നല്ല സ്പേഷ്യസ് തന്നെയാണ്. പിന്നെ റിക്ലൈൻ ചെയ്യാൻ പറ്റും. ഈ സോൺ ക്ലൈമറ്റ് കൺട്രോളാണ്. ഇത് കൂടാതെ ഒരു എയർ പ്യൂരിഫൈങ് സിസ്റ്റം കൂടി കൊടുത്തിട്ടുണ്ട്. ഒരു N95 ഫിൽറ്ററൊക്കെ കൂടിയിട്ടുള്ളത്. സീറ്റാണ് എനിക്ക് ഏറ്റവും ഭയങ്കരമായിട്ടൊരു എന്താ പറയുക ആശ്ചര്യപ്പെടുത്തിയത്. അത്രയും ഒരു എന്താ പറയുക ഒരു അടിപൊളി ഒരു ഡിസൈൻ സീറ്റാണ് കൊടുത്തിരിക്കുന്നത്. അതിനും ഹെഡ് റെസ്റ്റിൻ്റെ സ്ഥലത്തൊക്കെ ഒരു അലൂമിനിയം ക്ലാഡിങ് പ്ലസ് ഒരു ചെറിയൊരു റോസ് ഗോൾഡിൻ്റെ ഫിനിഷൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ റിയറിൽ ഈ ഒരു ഡിസ്പ്ലേൻ്റെ തൊട്ട് താഴെയായിട്ട് 2 ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് USB-A, ഒന്ന് USB-C ആണ്. ഇൻ കേസ് ലാപ്ടോപ്പൊക്കെ ചാർജ് ചെയ്യാൻ അത് യൂസ്ഫുൾ ആയിരിക്കും. അതുകൂടാതെ ഇവിടെ ഒരു ചെറിയൊരു നെറ്റ് പോലെ ഒരു സ്റ്റോറേജ് വേണ്ടിയിട്ടുള്ള ഇത് കൊടുത്തിട്ടുണ്ട് സീറ്റിൻ്റെ പുറകിൽ. ഇത്രയൊക്കെയാണ് വണ്ടിയുടെ ക്വിക്കായിട്ടുള്ള ഒരു ഇൻട്രഡക്ഷൻ, ഒരു ടൂർ. ഇനി അടുത്തത് ഇതിൻ്റെ പവർ ഔട്ട്പുട്ട് കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്ത് തരാം. 100 kW ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. ബാറ്ററി ക്രാഷ് ടെസ്റ്റ്, ഫയർ ടെസ്റ്റൊക്കെ നടത്തിയിട്ടുള്ളതാണ്. ബാറ്ററി അതുകൂടാതെ വലിയൊരു ഡ്രോപ്പ് ടെസ്റ്റും കൂടി നടത്തിയിട്ടുണ്ട്. എന്നിട്ടൊന്നും ഫെയിലാകാത്ത അത്രയും ഒരു എന്താ പറയുക എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ബാറ്ററി ഡിസൈനാണ് ഇതിനകത്ത് വെച്ചിരിക്കുന്നത്. ലിഥിയം അയോൺ ബാറ്ററിയാണ്.
മാക്സിമം പവർ 400 കിലോ വാട്ടാണ് ഓർ 544 HP മോട്ടറാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ടോർക്ക് 686 ന്യൂട്ടൺ മീറ്ററാണ്. ചാർജിങ് ടൈം 10 to 80% ആകാൻ വേണ്ടി അത് 200 കിലോ വാട്ട് DC വെച്ചിട്ടാണെങ്കിൽ 30 മിനിറ്റ്സും, അതേപോലെ AC ആയിട്ട് 22 കിലോ വാട്ട് ആണെങ്കിൽ 5.5 hours പറയുന്നത്. ഡ്രൈവിംഗ് മോഡിൽ കംഫർട്ട്, എക്കണോമി, സ്പോർട്ട് കൂടാതെ പേഴ്സണലൈസ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കൂടിയുണ്ട്. അതേപോലെ തന്നെ അഡ്വാൻസ്ഡ് ഡ്രൈവിംഗ് മോഡ് സെലക്ഷനിൽ സ്നോ, സാൻഡ്, ഓഫ് റോഡ് എന്ന് പറഞ്ഞ ഓപ്ഷനും കൂടി കൊടുത്തിട്ടുണ്ട്. കീ ഒരു യുണീക്ക് കൈൻഡാണ്, അത് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല. ഒരു സ്ക്വയർ ഷേപ്പിലാണ്. പിന്നെ അതുകൂടാതെ ഒരു NFC ടാഗ് ഉണ്ട്, അതൊന്നും കാണാൻ പറ്റിയില്ല. എല്ലാം കൊണ്ടും വണ്ടി ഒരു ടെസ്ല എസിനെ കോമ്പറ്റേറ്റ് ചെയ്യുന്നതായതുകൊണ്ട് അതിൻ്റെ അകത്തുള്ള എല്ലാ ഫംഗ്ഷൻസിനെ പ്ലസ് എക്സ്ട്രാ അഡീഷണൽ ആയിട്ട് കുറച്ച് ഫംഗ്ഷൻസ് കൂടി വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ പ്രൈസ് റേഞ്ച് വരുമ്പോൾ എപ്പോഴും കുറവ് തന്നെയാണ്. ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് ഓൾമോസ്റ്റ് 240,000 ആണെന്ന് തോന്നുന്നു. AC DC ചാർജിങ് ഉണ്ട്. ഇത്രയൊക്കെയാണ് ഈ വണ്ടിയുടെ വിശേഷങ്ങൾ. സോ ഗൈസ്, പെട്ടെന്നുള്ളൊരു ടൂറും പെട്ടെന്ന് വണ്ടി കണ്ടപ്പോൾ ഉള്ളതായതുകൊണ്ട് ഒരുപാട് പ്രിപ്പയർ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ദയവായി വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി അടുത്ത മോഡൽ എക്സും ആയിട്ട് വരുന്നതായിരിക്കും. ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ. സി യു. ടേക്ക് കെയർ.